പഹൽഗാമിലെ സ്ത്രീകൾക്ക് പ്രധാനമന്ത്രിയുടെ സമ്മാനം. പഹൽഗാമിൽ മരിച്ച ഓരോ ആളുകളുടെയും വിധവകൾക്ക് പ്രധാനമന്ത്രി നൽകിയ സമ്മാനം സിന്ദൂർ. ആ പേര് നിർദ്ദേശിച്ചതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ. ഇതിലും ആപ്റ്റായുള്ളൊരു പേരുണ്ടോ എന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം ഇല്ല എന്ന്. കൃത്യമായി ലക്ഷ്യം, പെർഫെക്റ്റ് തിരിച്ചടി എന്ന് തന്നെ അതിനെ പറയേണ്ടി വരും. 15 ദിവസം സൈന്യം എന്തു ചെയ്യുകയായിരുന്നു എന്നതിന് കൃത്യമായ ഉത്തരം അതാണ് കഴിഞ്ഞ ദിവസം രാത്രി 1:05 മുതൽ 1:44 വരെ കണ്ടത്. ജെയ്ഷെ മുഹമ്മദിൻ്റെയും ലഷ്കർ-എ തയ്യബയുടെയും മസൂദിൻ്റെയും അടിവേര് ഇളക്കി ഇന്ത്യൻ സൈന്യം എന്ന് തന്നെ പറയാം. കാര്യങ്ങൾ ബുദ്ധിരാക്ഷസൻ ഡോവൽ നിയന്ത്രിച്ചപ്പോൾ നിരീക്ഷിച്ച് പ്രധാനമന്ത്രിയും ഒപ്പമുണ്ടായിരുന്നു. പാകിസ്ഥാന് കനത്ത തിരിച്ചടിയാണ് പുലർച്ചെ ഇന്ത്യ നൽകിയത്. ഓപ്പറേഷൻ സിന്ദൂർ. പഹൽഗാം ഭീകരാക്രമണത്തിന് കനത്ത തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടിയിൽ കൊടും ഭീകരൻ മസൂദ് അസറിന്റെ വീടും തകർന്നതായി റിപ്പോർട്ട്. പാകിസ്ഥാനിലെ ബാവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദ് ആസ്ഥാനത്ത് നടത്തിയ ഇന്ത്യൻ ആക്രമണത്തിലാണ് മസൂദ് അസ്കറിന്റെ വീടും തകർന്നത്. ഇന്ത്യൻ സേനകളുടെ ആക്രമണത്തിൽ മസൂദ് അസറിന്റെ മൂത്ത സഹോദരി ഉൾപ്പെടെ 14 കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടതായി വിവിധ പാക് മാധ്യമങ്ങളും ജെയ്ഷെ മുഹമ്മദുമായി ബന്ധപ്പെട്ടവരും പറയുന്നു. 10 പേർ മസൂദിന്റെ കുടുംബത്തിൽപ്പെട്ടവരാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. എക്സ് ഉൾപ്പെടെയുള്ള സാമൂഹിക മാധ്യമങ്ങളിലാണ് ജെയ്ഷെ മുഹമ്മദുമായി ബന്ധപ്പെട്ടവർ ഇത്തരം വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. മസൂദ് അസ്ഹർ എവിടെയാണ് എന്നതിൽ ഇതുവരെയും വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങളോ മറ്റ് പ്രതികരണങ്ങളോ ലഭ്യമായിട്ടില്ല. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ആക്രമണം നടത്തിയത്. മെയ് 7-ാം തീയതി പുലർച്ചെയായിരുന്നു വ്യോമാകാര നാവികസേനകൾ സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ. പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ-എ തയ്യബ, ഹിസ്ബുൾ മുജാഹിദീൻ തുടങ്ങിയവയുടെ പ്രധാന താവളങ്ങളെല്ലാം ഇന്ത്യൻ ആക്രമണത്തിൽ തകർത്തതായാണ് റിപ്പോർട്ട്. ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമായ ബഹാവൽപൂരിലെ മർക്കസ് സുബഹാനുള്ള, ലഷ്കർ ആസ്ഥാനമായ മുരിഡ്കയിലെ മർക്കസ് തൊയ്ബ, ജെയ്ഷെ കേന്ദ്രങ്ങളായ സർജാൽ കോട്ലിയിലെ മർക്കസ് അബ്ബാസ്, മുസാഫറാബാദിലെ സെനുദ ബിലാൽ ക്യാമ്പ്, ലഷ്കർ ക്യാമ്പുകളായ ബർനാലിലെ മർക്കസ് അഗ്ലെ ഹാദിദ്, മുസാഫറാബാദ്, ഹിസ്ബുൾ മുജാഹിദീൻ താവളമായ സിയാൽകോട്ടയിലെ മെഹ്മുന ജോയ എന്നിവിടങ്ങളിലായിരുന്നു ഇന്ത്യയുടെ ആക്രമണം. ഇന്ത്യയുടെ സംയുക്ത ഓപ്പറേഷനിൽ 70 പാകിസ്ഥാൻ ഭീകരർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇന്ത്യയുടെ തിരിച്ചടി. 32 പേരാണ് കൊല്ലപ്പെട്ടതെന്ന് പാക് മാധ്യമങ്ങൾ പറയുന്നു. പാകിസ്ഥാൻ ലഷ്കർ-എ തയ്യബ, ജെയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദീൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇന്ത്യ ആക്രമണം നടത്തിയത്. ഇന്ത്യയുടെ തിരിച്ചടിയിൽ കൊല്ലപ്പെട്ടവരിൽ ലഷ്കർ നേതാക്കളായ അബ്ദുൾ മാലിക് മുസദിർ എന്നിവരും ഉൾപ്പെട്ടതായാണ് റിപ്പോർട്ട്. ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ അന്വേഷിക്കുന്ന കൊടും ഭീകരനാണ് അബ്ദുൾ മാലിക്കും മുദസ്സിറും. ലഷ്കർ കേന്ദ്രമായ പാകിസ്ഥാനിലെ മുരിഡ്കയിലെ മർക്കസ് തൊയ്ബയ്ക്ക് നേരെ നടത്തിയ ഇന്ത്യൻ ആക്രമണത്തിലാണ് ഇരുവരും കൊല്ലപ്പെട്ടതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 24 മിസൈലുകൾ പ്രയോഗിക്കാൻ ഇന്ത്യക്ക് 25 മിനിറ്റ് മാത്രമേ വേണ്ടി വന്നുള്ളൂ. മെയ് 7-ന് പുലർച്ചെ 1:05 മുതൽ പുലർച്ചെ 1:30 വരെ നീണ്ടുനിന്ന ആക്രമണങ്ങൾ ഇന്ത്യൻ കരസേന, നാവികസേന, വ്യോമസേന എന്നിവ സംയുക്തമായാണ് നടത്തിയത്. ഓപ്പറേഷൻ സിന്ധു എന്നാണ് പേര് നൽകിയത്. കൃത്യമായി ഇന്ത്യ തിരിച്ചടിച്ചു. ഇന്ത്യ ഇങ്ങനെ തിരിച്ചടിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ച് കാണില്ല പാകിസ്ഥാൻ. പക്ഷേ പാകിസ്ഥാന്റെ പ്രതീക്ഷയ്ക്കും അപ്പുറമാണ് ഇന്ത്യ എന്നുള്ളത്. അതായത് അഭി പിക്ചർ ബാക്കി കെ. പാക് പ്രകോപനമുണ്ടായാൽ ഇനിയും തിരിച്ചടിക്കുമെന്നാണ് മുൻ ഇന്ത്യൻ കരസേനാ മേധാവി പാകിസ്ഥാന് നൽകുന്ന മുന്നറിയിപ്പ്. പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും 9 ഭീകരവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് മുൻ കരസേനാ മേധാവി മനോജ് മുകുന്ദ് നരവാനെ. തന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. അഭി പിക്ചർ ബാക്കി ഹെ. നടപടി ഇപ്പോഴും തുടരുന്നു. ഇതിനു പുറമെ ഇന്ത്യയിലെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട പാകിസ്ഥാൻ സംഘർഷം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചാൽ ഇപ്പോൾ ചെയ്ത പോലെ കൂടുതൽ ആക്രമണങ്ങൾക്ക് സാധ്യതയുണ്ടെന്നും അദ്ദേഹം സൂചന നൽകുന്നുണ്ട്. സംഘർഷം വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആക്രമണങ്ങൾ ആരംഭിച്ചതിനു ശേഷം കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ത്യൻ കരസേന, വ്യോമസേന, നാവികസേന എന്നിവയുടെ മേധാവികളുമായി സംസാരിച്ചു.
പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇന്ത്യയുടെ ഭീകരവിരുദ്ധ നടപടിയെ ഒരു യുദ്ധപ്രവർത്തനം എന്ന് വിളിക്കുകയും ഉചിതമായ മറുപടി നൽകുമെന്ന് പറയുകയും ചെയ്യുന്നു. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ 26 സാധാരണക്കാരെ ക്രൂരമായി കൂട്ടക്കൊല ചെയ്തതിനെ തുടർന്നാണ് ബുധനാഴ്ച പുലർച്ചെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പാകിസ്ഥാനിലെ തീവ്രവാദികളുടെ പ്രദേശത്തേക്ക് ശക്തമായ മിസൈൽ ആക്രമണം നടത്തിയത്. ഈ ഓപ്പറേഷനിൽ കൃത്യതയോടെ നയിക്കപ്പെടുന്ന മിസൈലുകൾ ഉപയോഗിച്ച ഇന്ത്യൻ വ്യോമസേന തീവ്രവാദവുമായി ബന്ധപ്പെട്ട 9 പ്രധാന ലക്ഷ്യങ്ങൾ ആക്രമിച്ച് തകർത്തു. കൂടാതെ ഇവയുടെ നാശം സമീപകാലത്തെ ഏറ്റവും ധീരവും പ്രധാനപ്പെട്ടതുമായ അതിർത്തി കടന്നുള്ള ഇന്ത്യയുടെ സൈനിക പ്രവർത്തനങ്ങൾ ഒന്നായിട്ടാണ് വിലയിരുത്തുന്നത്. ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം ഓപ്പറേഷൻ സിന്ദൂറിനെ പഹൽഗാം ഭീകരാക്രമണത്തിനെതിരായ കൃത്യവും നിയന്ത്രിതവുമായ തിരിച്ചടിയെന്നാണ് വിശേഷിപ്പിക്കുന്നത്. കൂടാതെ ഇന്ത്യ പാകിസ്ഥാന്റെ ഒരു സൈനിക കേന്ദ്രവും ആക്രമിച്ചിട്ടില്ല. അനാവശ്യ പ്രകോപനം ഒഴിവാക്കിക്കൊണ്ട് കുറ്റവാളികളെ ഉന്മൂലനം ചെയ്യാനുള്ള നടപടിയെ ഈ ഓപ്പറേഷൻ അടിവരയിടുന്നതായും പ്രതിരോധ മന്ത്രാലയം എക്സിൽ കുറിച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യ തുനിഞ്ഞിറങ്ങിയപ്പോൾ പാകിസ്ഥാന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പുലർച്ചെ ഇന്ത്യ നടത്തിയ മിസൈൽ ആക്രമണം. ഇന്ത്യ എന്ത് ചെയ്യുകയായിരുന്നു ഇതുവരെ എന്ന് ചോദിച്ചവർക്ക് ഇന്ത്യ ഇത് ചെയ്യുകയായിരുന്നു ഇതുവരെ എന്ന് പറയാം. ഓപ്പറേഷൻ സിന്ദൂർ, അതിൻ്റെ പുറകിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു ഇന്ത്യക്ക്. അതിൻ്റെ പുറകിലായിരുന്നു ഇന്ത്യൻ സൈന്യം, പ്രധാനമന്ത്രി അജിത് ഡോവൽ, പ്രതിരോധ മന്ത്രി, ധനമന്ത്രി, അങ്ങനെ കേന്ദ്രമന്ത്രിസഭയിലെ മുഴുവൻ ആളുകളും, വ്യോമസേനയിലെ, നാവികസേനയിലെ, കരസേനയിലെ ഒക്കെ മുഴുവൻ ആളുകളും ഇന്ത്യക്കൊപ്പം നിൽക്കുകയായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ നമ്മുടെ ഒരു സൈനികർക്ക് പോലും ഒരു പോറലേക്കാതെ, പാകിസ്ഥാനിലെ ഒരു സിവിലിയൻസിന് പോലും ഒരു പോറലേൽക്കാതെ, അവിടുത്തെ പട്ടാള ക്യാമ്പുകൾ ആക്രമിക്കാതെ ഭീകരരുടെ താവളങ്ങൾ മാത്രമാണ് നമ്മൾ ലക്ഷ്യമിട്ടത്. ഭീകരരുടെ താവളങ്ങൾ, കൊടും ഭീകരരെ ഒക്കെ 25 മിനിറ്റ് കൊണ്ട് ഇന്ത്യ തീർത്തു എന്ന് പറയുമ്പോൾ പാകിസ്ഥാനെ മൊത്തത്തിൽ തീർക്കാൻ ഇന്ത്യക്ക് എത്ര സമയം വേണം എന്ന് മാത്രം പാകിസ്ഥാൻ ചിന്തിച്ചാൽ മതി. എന്തായാലും ഇനിയും നമ്മൾ കരുതിയിരിക്കണം. കാരണം ഓപ്പറേഷൻ സിന്ദൂർ കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടങ്ങുമെന്ന് തോന്നുന്നില്ല. കാരണം ഓരോ വിധവകളുടെ കണ്ണീരും പ്രധാനമന്ത്രിയെ വല്ലാതെ അലട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ആ വിധവകൾക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു നൽകാൻ പറ്റിയില്ല എങ്കിൽ പോലും അവർക്ക് ചെയ്യാൻ കഴിയുന്നത് ഇന്ത്യയുടെ തിരിച്ചടിയാണ്. അതൊരു ചെറിയ ആശ്വാസമെങ്കിലും അവർക്ക് കിട്ടുമെങ്കിൽ അത് ഞാൻ നൽകിയിരിക്കും എന്നുള്ള ഉറച്ച തീരുമാനം ഒരു പ്രധാനമന്ത്രി എടുത്ത് മുന്നോട്ട് നീങ്ങിയാൽ പിന്നിൽ സൈനികർ അണിചേരും. ഞങ്ങളൊപ്പമുണ്ട്, ധൈര്യമായിരിക്കൂ എന്ന് അവർ നമ്മളോട് പറയാതെ പറയുകയാണ്. എന്നിട്ട് അവർ കാണിച്ചു തരികയാണ്, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളതാ ഇത് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ഭീകരനും നിങ്ങളെ ഉപദ്രവിക്കാൻ കൈ ഉയർത്താത്ത രീതിയിൽ ഞങ്ങൾ അവരെ അടിച്ചമർത്തിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ധൈര്യമായി ഇരിക്കാം. നിങ്ങളുടെ നഷ്ടത്തിന് പകരമാകില്ല എങ്കിലും നിങ്ങളുടെ ആശ്വാസത്തിന് ഒരല്പമെങ്കിലും പകരമാക്കാൻ ഇതിന് കഴിയുമായിരിക്കും എന്ന് നമ്മുടെ സൈനികർ നമ്മളോട് പറയാതെ പറയുകയാണ്. എന്തായാലും ആ മിസൈൽ ആക്രമണം നടത്തിയ, അതിന് നേതൃത്വം വഹിച്ച എല്ലാ സൈനികരെയും മീഡിയ മലയാളത്തിൻ്റെ പേരിൽ അഭിനന്ദനം അറിയിക്കുകയാണ്. കാരണം ഇത് നമുക്ക് വേണ്ടി, നമ്മുടെ ഓരോ ഇന്ത്യക്കാർക്ക് വേണ്ടിയും അവർ ചെയ്തതാണ്. ഒരു പോറൽ പോലും ഏൽക്കാതെ നിങ്ങൾ തിരിച്ചു വരണമെന്ന് ഞങ്ങൾ 148 കോടി ഇന്ത്യക്കാരും ഒന്നിച്ച് പ്രാർത്ഥിച്ചവരാണ്, ഒരുമിച്ച് നിന്നവരാണ്.